നമസ്കാരം. എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിലേ സത്യത്തിൽ നമ്മുടെ മുസ്ലിം ലീഗുകാർ ഇറങ്ങിപ്പോണം. നാണമില്ലാതെ ഇങ്ങനെ കിടക്കരുതെന്നേ. എന്തൊരു ഉളുപ്പില്ലായ്മയാണ്. ഒന്നുകിൽ മാനം വേണം, അല്ലെങ്കിൽ ലാഭം വേണം. ഇത് രണ്ടുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. ജബി മേത്തർ ചോദിച്ച സമയത്തും ജബി മേത്തറിനോട് കഴിഞ്ഞ ദിവസവും അവിടുത്തെ ജയന്ത് ചൗധരി എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹമന്ത്രി പറഞ്ഞു, PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ടിട്ടുമില്ല, അതുമായി ബന്ധപ്പെട്ട് ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുമില്ല എന്ന് പറഞ്ഞു. തൊട്ടടുത്ത ദിവസം അബ്ദുൽ വഹാബ് ഇന്ന് അവിടെ ചെന്നിട്ട് ചോദിക്കുന്നു, ഇതെന്താ കഷ്ടമാണെന്ന് ആലോചിച്ച്. ജബി മേത്തർ പറഞ്ഞിട്ട് അബ്ദുൽ വഹാബിന് കാര്യങ്ങൾ മനസ്സിലായില്ലേ? അല്ലെ, ജബി മേത്തറുടെ ചോദിച്ചതിനപ്പുറത്തേക്ക് അബ്ദുൽ വഹാബിന് എന്താണ് കൂടുതൽ ചോദിക്കാനുള്ളത്? കഴിഞ്ഞ ദിവസം ഇത് കൂടി, അതായത് UDFൻ്റെ യോഗം കൂടുന്നു. UDF യോഗം കൂടി കഴിയുമ്പോഴേക്ക് UDF യോഗത്തിൽ ഇതിനുശേഷം അടൂർ പ്രകാശ് വന്നിട്ട് പറയുന്നു, PM ശ്രീ പദ്ധതി നടപ്പിലാക്കാതെ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകും, അല്ലാതെ ഗത്യന്തരമില്ല എന്നാണ് പറയുന്നത്. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാതെ വേറൊരു വഴി സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലില്ല എന്ന് പറയുന്നു. ഇതിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ലീഗിനോട് നാണമില്ലേ എന്ന് ചോദിച്ചതിന് കാരണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ലീഗുകാരങ്ങ് ന്യായീകരണ തൊഴിലാളികളായി മാറിയിരിക്കുകയാണ്. അങ്ങ് ന്യായീകരിച്ചോളുമാണ്. എന്താ ന്യായീകരണം? ഞങ്ങൾ ഏറ്റവും രസകരമായൊരു ന്യായീകരണമുണ്ട്. അതായത് നമ്മുടെ ഷാജി ഉണ്ടല്ലോ, KM ഷാജി, ഇപ്പം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. അദ്ദേഹം ഇവിടെ എത്തിയ സമയത്ത്, അതായത് മന്ത്രിയാകുന്നതിന് മുൻപ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ പാടെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു ഷാജി. അതായത് ഞങ്ങൾ ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ PM ശ്രീ പദ്ധതി എടുത്ത് ചവറ്റുകൊട്ടയിൽ കളയും, ഇല്ലെങ്കിൽ എടുത്ത് ഞങ്ങൾ അറബിക്കടലിൽ റോക്കറ്റ് ഉണ്ടാക്കി പറത്തും എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ എന്തായി? ഇപ്പോൾ PM ശ്രീ പദ്ധതി എടുത്ത് റോക്കറ്റാക്കി അറബിക്കടലിലേക്ക് പറത്തുന്നില്ലേ? അതല്ലെങ്കിൽ എടുത്ത് ചവറ്റുകൊട്ടയിലേക്ക് എടുത്താൽ പൊങ്ങുന്നില്ലേ? നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ കൈ പൊങ്ങുന്നില്ലേ, നമ്മുടെ KM ഷാജിയുടെ? അപ്പം എന്നിട്ട് ഏറ്റവും ഒടുവിൽ അതായത് ജവഹർലാൽ നെഹ്റുവിനെയും ഗാന്ധിജിയെയും കുറിച്ച് നമ്മുടെ കുട്ടികൾ പഠിക്കും അല്ലേ? അതുകൊണ്ട് ഞങ്ങൾക്ക് പഠിക്കണം, അതുകൊണ്ട് UDF അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ അതെടുത്ത് ചവറ്റുകൊട്ടയിൽ കളയും എന്നാ പറഞ്ഞത്. അപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ലീഗുകാർ പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? ലീഗുകാർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് പറഞ്ഞ PM ശ്രീ പദ്ധതിയും ഇപ്പോൾ ഒപ്പിടാൻ പോകുന്ന PM ശ്രീ പദ്ധതിയും രണ്ടും രണ്ടാണ്. അതെങ്ങനെയാണ്? PM ശ്രീ പദ്ധതി ഇപ്പോൾ ഈ 2027 മാർച്ചോട് കൂടി അവസാനിക്കുകയാണ്, എൻ്റെ കാലാവധി അവസാനിക്കുക. ഇച്ഛാശക്തിയുള്ളൊരു സർക്കാരാണെങ്കിൽ തൽക്കാലം അത് അങ്ങനെ കൊണ്ടുപോകും. കാര്യം സ്കൂൾ തുറന്നാൽ ഇത്രയും ദിവസമായി. എന്നിട്ട് 265 സ്കൂളുകളുടെ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞു. ആ 265 സ്കൂളുകളിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശവുമായി കഴിഞ്ഞു. ഇത് സംബന്ധിച്ച് UDFൽ കഴിഞ്ഞ ദിവസം ധാരണയായി, ചർച്ച ചെയ്തു. അവിടെ പോയി നോക്കുകുത്തികളെ പോലിരുന്ന് ലീഗ് നേതാക്കന്മാരുടെ മുമ്പിൽ VD സതീശൻ അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും. AN ഷംസുദ്ദീൻ എന്ന് പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഒരു വോയിസും ഇല്ല. VK കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ മന്ത്രി, വ്യവസായ വകുപ്പ് മന്ത്രിക്ക് ഒരു വോയിസും ഇല്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിൽക്കുന്ന KM ഷാജിക്ക് അവിടെ ഒരു വോയിസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന VD സതീശനെ പോലൊരു മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ എന്താ ചെയ്യുന്നത്? ഇവർ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് CPMകാർക്കാണ് കിടക്കപ്പുറതിയില്ലാത്തത്. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ, അലോഷ്യസ് സേവ്യർ എന്തൊക്കെയാണ് PM ശ്രീ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞതെന്ന് നമുക്ക് പല മാധ്യമങ്ങളുടെ റഷസ് തപ്പിയാൽ കിട്ടത്തില്ലേ? അവരും പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ ഇത് വന്നു കഴിഞ്ഞാൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. സർക്കാർ ആ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് സർക്കാർ? ഇടതുപക്ഷ സർക്കാർ. എന്നാൽ ഇടതുപക്ഷ സർക്കാർ അന്ന് ഒപ്പുവെച്ചത് എന്തായിരുന്നു? MOU മാത്രമാണ്, മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അതാണ് ഒപ്പുവെച്ചത്, ധാരണാപത്രം. അല്ലാതെ വേറൊന്നും ഒപ്പുവെച്ചിട്ടില്ല. SSK ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പൈസ നമുക്ക് കിട്ടിയത്, അല്ലാതെ PM ശ്രീ പദ്ധതിയിൽ നിന്നുള്ളതല്ല എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം അവർ വ്യക്തമാക്കിയതല്ലേ? അതായത് ഈ പറയുന്ന പോലെ ജയന്ത് ചൗധരി വ്യക്തമാക്കിയതല്ലേ ജബി മേത്തറിനോട്? ഇപ്പോൾ അബ്ദുൽ വഹാബിനോടും വ്യക്തമാക്കിയിട്ടില്ലേ? അപ്പോൾ ഇതുകൊണ്ടൊന്നും ഇവർക്ക് ആർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നിട്ട് ഒരു ഉളുപ്പുമില്ല ന്യായീകരിക്കുക, ഞങ്ങൾ PM ശ്രീ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. PM ശ്രീ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്ന്. എന്ത് നാണം കെട്ട അല്ലെങ്കിൽ ഉളുപ്പില്ലാത്ത ന്യായീകരണമായി പോയില്ലേ സാഹിബേ എന്ന് ചോദിക്കേണ്ടി വരും. കാരണം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയെന്നും PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നും UDFൻ്റെ കൺവീനറാണ് പറഞ്ഞിരിക്കുന്നത്. UDF കൺവീനറും UDFിലെ രണ്ടാമത്തെ പ്രമുഖ കക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ പ്രധാനമന്ത്രിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, അന്തരമുണ്ട്. രണ്ടുപേരും പറയുന്നത് രണ്ട് വഴിക്കാണ്. അതാണ് അതിനകത്തിൽ രസം. രണ്ടുപേരും രണ്ട് വഴിക്ക് പറയുന്നു. ഒരാൾ പറയുന്നു ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറയുന്നു, ഒരാൾ പറയുന്നു ചർച്ച നടത്തിയതിൻ്റെ ഭാഗമായി PM ശ്രീ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്ന് പറയുന്നു.
ഇതൊക്കെയാണ് ഒരു ഉളുപ്പില്ലായ്മ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് KM ഷാജി എടുത്ത് കളയുമെന്ന് പറഞ്ഞ പദ്ധതിയിൽ ആ PM ശ്രീ വേറൊന്നായിരുന്നു. ആ ഇടത് സർക്കാർ കൊണ്ടുവന്ന PM ശ്രീ വേറൊന്നും. ഇപ്പോൾ UDFിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന 265 സ്കൂളുകളിൽ നടപ്പിലാക്കാൻ പോകുന്ന PM ശ്രീ പദ്ധതി വേറെ ഒന്നാണ്. രണ്ടും രണ്ട് പദ്ധതിയാണ്. അതെങ്ങനെയാണെന്ന് മനസ്സിലാവാത്തത്? രണ്ടും രണ്ട് പദ്ധതിയല്ല എന്ന് മുസ്ലിം ലീഗുകാർ ഒന്ന് മനസ്സിലാക്കൂ. രണ്ടും രണ്ട് പദ്ധതിയല്ല, എല്ലാം ഒറ്റ പദ്ധതി തന്നെയാണ് PM ശ്രീ. ആ PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ സംസ്ഥാനത്ത് എന്തൊക്കെ പഠിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി അത് നടപ്പിലാക്കും അവർ. അത് സ്വാഭാവികമായിട്ട് അവർ നടപ്പിലാക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ PM ശ്രീ അല്ല ഈ PM ശ്രീ എന്നൊക്കെ പറഞ്ഞാൽ ആരുടെ കണ്ണിൽ പൊടിയിടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? മോശമല്ലേ അങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സഹതാപമുള്ള നമ്മുടെ KSUക്കാരോട്, MSFകാരോട്, യൂത്ത് ലീഗുകാരോട്, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരോട്. എന്തൊക്കെ പുകിലായിരുന്നു ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയത്. കേരളത്തെ സംഘവൽക്കരിക്കുന്നു. ഇവിടെ എന്താണ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിൽ ഈ പിന്നെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ പാലമിട്ടത് ആരായിരുന്നു? ജോൺ ബ്രിട്ടാസ് ആയിരുന്നു PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിൽ പാലമിട്ടത്. എന്ത് രസകരമായ തമാശ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമായിരുന്നില്ലേ അങ്ങനെ ഒരു പ്രചരണം നമ്മുടെ കേരളത്തിൽ നടത്തിയത്? ജോൺ ബ്രിട്ടാസിനെ ഈ ഇടത് സർക്കാരിൻ്റെ പാലമാക്കി മാറ്റുന്നു. കൊള്ളാം. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ BJPയും CPMും തമ്മിൽ ബന്ധപ്പെടുന്നതിനുള്ള ഒരു പാലമാക്കി ഇവിടെ മാധ്യമങ്ങളടക്കം ചിത്രീകരിച്ചിരുന്നു. മാധ്യമത്തിലൊക്കെ വലിയ വാർത്തയൊക്കെ വന്നിരുന്നു. അക്ഷരാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നതിന് വേണ്ടി CJP പ്രവർത്തകർ ആസൂത്രണം ചെയ്ത സമരത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന ഒരാളാണ് ഈ പറയുന്ന ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന നേതാവ്, MP. അതേസമയം നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എവിടെയാണ് ഇരുന്നതെന്നും കേരള മുഖ്യമന്ത്രിയുടെ മുഖത്തിൻ്റെ ഭാവം എന്തായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടതല്ലേ മാധ്യമങ്ങളിലൂടെ? എന്നിട്ടും ഇനിയിപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? എന്നിട്ടും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ലേ ആരാണ് ശരിക്കും BJP സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഏജൻ്റ് എന്നുള്ള വിവരം? നമ്മുടെ അത്യാവശ്യം തലയിൽ ആൾതാമസമുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേരളത്തിൽ എന്തുകൊണ്ട് PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത്. കാര്യം കഴിഞ്ഞു പോയ കുറച്ച് ദിവസത്തെ അല്ലെങ്കിൽ ഈ സർക്കാർ അധികാരത്തിൽ കയറിയതിന് ശേഷം എന്തൊക്കെയാണ് സംഘപരിവാറിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, ആനുകൂല്യങ്ങൾ എന്ന് നമ്മൾ വെറുതെ ഒന്ന് തിരിഞ്ഞു നിന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും ആരാണ് യഥാർത്ഥത്തിൽ BJPക്ക് വേണ്ടി ഇവിടെ പട്ടുപരവതാനി വിരിച്ചു കൊടുത്തിരിക്കുന്നതെന്ന്. അപ്പം ഉത്തരം വളരെ സിമ്പിളാണ്. ഇനിയെങ്കിലും ഒന്ന് പൊട്ടിക്കരയൂ എൻ്റെ ലീഗുകാരെ, MSFകാരെ, യൂത്ത് ലീഗുകാരെ, KSUക്കാരെ, യൂത്ത് കോൺഗ്രസ്സുകാരെ, എസ്പെഷ്യലി കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ VD സതീശനെ സംബന്ധിച്ചിടത്തോളം അത് വേറൊരു തലത്തിൽ അങ്ങ് കടന്നു പോകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഇത്രയും നാൾ ഗോ വിളിച്ച അല്ലെങ്കിൽ ഇത്രയും കാലം മുദ്രാവാക്യം വിളിച്ച നമ്മുടെ പാവപ്പെട്ട MSF കുട്ടികൾക്കും KSUവിൻ്റെ കുട്ടികൾക്കും ഒക്കെ നല്ല നമസ്കാരം നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.